ഹായ് മക്കൾസ്, ഇറ്റ്സ് മീ അസ്ലം. വെൽക്കം ടു എജുപോർട്ട്. മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ ചേഞ്ചിനെ കുറിച്ചും കെമിക്കൽ ചേഞ്ചസിനെ കുറിച്ചുമാണ്. രാസമാറ്റവും ഭൗതിക മാറ്റവും. അപ്പോൾ എൻ്റെ മക്കൾ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്? എല്ലാ എക്സാമിനും സ്ഥിരമായിട്ട് വരുന്നൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം. രാസമാറ്റവും ഭൗതിക മാറ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ അവരുടെ എക്സാമ്പിൾസുകൾ എഴുതാൻ എല്ലാ എക്സാമിനും വരുന്നതാണ്. അപ്പോൾ എൻ്റെ മക്കൾ നന്നായി ശ്രദ്ധിക്കില്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം ഫിസിക്കൽ ചേഞ്ചസ് അഥവാ ഭൗതിക മാറ്റം എന്താണെന്ന് നോക്കാം. മക്കളെ, വാട്ട് ഈസ് ഫിസിക്കൽ ചേഞ്ചസ്? മക്കളെ, ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ് ഡ്യൂറിങ് എ ഫിസിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ പുതിയ സബ്സ്റ്റൻസുകളൊന്നും അഥവാ പുതിയ തന്മാത്രകളൊന്നും ഉണ്ടാവുന്നില്ല, പഴയതുപോലെ തന്നെയാണ്. പക്ഷേ എന്താണ്? ഓൺലി ദ മോളിക്കുലാർ അറേഞ്ച്മെൻറ്റ് ഓഫ് ചേഞ്ചസ്. അവരുടെ അറേഞ്ച്മെൻറ്റിൽ എന്തുണ്ടാവുകയാണ്? വ്യത്യാസം ഉണ്ടാവുകയാണ്. പുതിയതൊന്നും ഉണ്ടാവുന്നില്ല, പഴയത് തന്നെയാണ്. അതിൻ്റെ അറേഞ്ച്മെൻറ്റിൽ, മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ എന്തുണ്ടാവുകയാണ്? വ്യത്യാസം ഉണ്ടാവുകയാണ്. മക്കളെ, ഇവിടെ ഐസ് കണ്ട മക്കളെ, ആ ഐസ് എന്താവുകയാണ് മക്കളെ? മെൽറ്റ് ചെയ്ത് എന്താവുകയാണ്? വാട്ടർ ആവുകയാണ് അല്ലേ? എനിക്ക് തിരിച്ച് ഈ വാട്ടറിനെ വീണ്ടും എന്താക്കാൻ പറ്റും? ഐസാക്കാൻ പറ്റും. അങ്ങനെ തിരിച്ചു ചെയ്യാൻ പറ്റുന്നതിനൊക്കെ നമുക്ക് എന്ത് വിളിക്കാം മക്കളെ? ഫിസിക്കൽ ചേഞ്ചസ് എന്ന് വിളിക്കാം അല്ലേ? അപ്പം ഞാൻ പറയണത്, ഇവിടെ ഐസായിരുന്നപ്പോൾ അത് സോളിഡ് ആയിരുന്നു, അത് ഉരുകിക്കഴിഞ്ഞപ്പോൾ അതെന്തായി മക്കളെ? വാട്ടറായി. നേരെ മറിച്ച് ആ വാട്ടറിനെ വീണ്ടും എനിക്ക് എന്താക്കാം? ഐസാക്കാൻ പറ്റും. ഇങ്ങനെ തിരിച്ചു നടക്കുന്ന, അതല്ലെങ്കിൽ മോളിക്കുലാറിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ജസ്റ്റ് ചേഞ്ച് വരുന്നത് മാത്രമാണ് മക്കളെ എന്ത്? അറേഞ്ച്മെൻറ്റിൽ ജസ്റ്റ് ചേഞ്ച് വരുന്നവരാണ് നമ്മൾ എന്ത് വിളിക്കുക? ഭൗതിക മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ചസ്. മക്കളെ, ഇവിടെ കണ്ടോ, സോളിഡ് ആയിരുന്നു ആര്? വാക്സ്. മെൽറ്റിംഗ് ഓഫ് വാക്സ്. മെഴുക് എന്താവുന്നുണ്ട് മക്കളെ? ഉരുകുന്നുണ്ട് അല്ലേ? ആ ഉരുകിക്കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറുകയാണ് മക്കളെ? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ്. അപ്പം ഞാൻ പറയുന്നു, അതെന്താവുകയാണ് മക്കളെ? ആ മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ സോളിഡിൽ നിന്നും എന്തിലേക്ക് മാറുകയാണ്? ജസ്റ്റ് ലിക്വിഡിലേക്ക് മാറുകയാണ്. അപ്പോൾ അവരുടെ എന്തിലാണ് മക്കളെ വ്യത്യാസമുള്ളത്? അറേഞ്ച്മെൻറ്റിലാണ്. അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസമുള്ളത് മാത്രമാണ് ഏത് ചേഞ്ച് മക്കളെ? ഫിസിക്കൽ ചേഞ്ച്. കിട്ടിയോ മക്കളെ? അടുത്തത് മക്കളെ, കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ രാസമാറ്റം എന്ന് പറയും. മക്കളെ, വാട്ട് ഈസ് കെമിക്കൽ ചേഞ്ചസ്? മക്കളെ, എ സബ്സ്റ്റൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അനദർ വൺ. ഒരു സബ്സ്റ്റൻസ് എന്താവാണ് മക്കളെ? കൺവേർട്ട് ചെയ്ത് മറ്റു ഒന്നായിട്ട് മാറുകയാണ്. ദാറ്റ് മീൻസ് ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്. അതിനർത്ഥം പുതിയ തന്മാത്രകൾ അവിടെ ഉണ്ടാവുകയാണെന്നാണ്. മക്കളെ, പടക്കം പൊട്ടിയെന്ന് വെക്കുക. ആ പൊട്ടിയ പടക്കത്തിന് വീണ്ടും നമുക്ക് തിരിച്ച് പടക്കാക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ തിരിച്ചു വരാത്തത് ചിലതൊക്കെ അങ്ങനെ മക്കളെ തിരിച്ചു വരില്ല. ഓക്കെ, ഞാൻ പറയുന്നത് തിരിച്ചു വരാത്തത്, തിരിച്ചാക്കാൻ പറ്റാത്തത് എന്താണ് മക്കളെ? കെമിക്കൽ ചേഞ്ചസ് ആണ്. കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ രാസമാറ്റങ്ങളാണ്. കിട്ടിയോ മക്കളെ? പടക്കം പൊട്ടിയാൽ ആ പൊട്ടിയ പടക്കത്തിന് വീണ്ടും നമുക്ക് എന്താക്കാൻ പറ്റൂല? പടക്കാക്കാൻ പറ്റൂല. അനദർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം. ഞാനിവിടെ എന്താണ്? ഒരു വിറക് കത്തിക്കുന്നുണ്ടെന്ന് കരുതുക. ഈ വിറക് കത്തിക്കഴിഞ്ഞാൽ അത് ന്യൂ സബ്സ്റ്റൻസായി മാറില്ല മക്കളെ. അവിടെ കാർബൺ മീൻസ് കരി ഉണ്ടാവും. ആ കരി വെച്ചിട്ട് എനിക്ക് തിരിച്ച് വീണ്ടും വിറകാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ എന്താണ് മക്കളെ? അവിടെ പുതിയൊരു സബ്സ്റ്റൻസ് ഉണ്ടാവുകയാണ്. ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ്. ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം മക്കളെ. ഞാൻ പേപ്പർ കത്തിച്ചെന്ന് കരുതുക. ആ കത്തിയ പേപ്പറിനെ എനിക്ക് തിരിച്ച് വീണ്ടും പേപ്പറാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതേത് ചേഞ്ചാണ് മക്കളെ? കെമിക്കൽ ചേഞ്ചാണ്. കിട്ടിയോ മക്കളെ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസം. ഞാനൊരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം മക്കളെ. ഫിസിക്കൽ ചേഞ്ച് എന്ന് കേൾക്കുമ്പോൾ അഥവാ ഭൗതിക മാറ്റം എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് ഫസ്റ്റ് ലെറ്റർ, ഫിസിക്കൽ ചേഞ്ചിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? പി അല്ലേ? അത് ഇങ്ങനെ ബാക്ക് കണ്ട് കൊടുക്കുക. അപ്പോൾ ബാക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിനർത്ഥം എന്താ? അത് പിന്നിലോട്ട് വരുന്നതാണ്. അതിൽ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസമുള്ളതാണ്. അത് തിരിച്ചു വരും. മക്കളെ, കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? അത് തിരിച്ചു വരൂല. അതിലെന്താണ്? ന്യൂ സബ്സ്റ്റൻസ് എന്താവാണ്? ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂ സബ്സ്റ്റൻസ് ഇങ്ങനെ ഉണ്ടാവും, അതങ്ങനെ അങ്ങോട്ടാണ് പോകും. ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ അതെന്താണ്? അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസമാണ്. അത് തിരിച്ചു നടക്കും. ഐസ് എന്താവുന്നു? വെള്ളമാവുന്നു. വെള്ളം തിരിച്ചെന്താവുന്നു? ഐസാവുന്നു. എന്നാൽ ഇവിടെ എന്താവുന്നു? പടക്കം പൊട്ടുന്നു. പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ അതങ്ങനെ പോവും. തിരിച്ചു പടക്കാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എൻ്റെ മക്കൾക്ക് ക്ലിയർ അല്ലേ? ഇനി മക്കളെ, ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഇതുപോലെ വന്നിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. അറേഞ്ച്മെൻറ്റ്. ഇത് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറയും. ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് മക്കളെ. കേഡിങ് ഓഫ് മിൽക്ക്. എന്താ മക്കളെ കേഡിങ് ഓഫ് മിൽക്ക് എന്ന് പറയുമ്പോൾ പാൽ എന്തായിട്ട് മാറുകയാണ് മക്കളെ? തൈരായിട്ട് മാറുകയാണ്. ഞാൻ ചോദിക്കട്ടെ,
പാല് തൈരായി മാറിയാൽ നിങ്ങൾക്കറിയാം എന്ത് ടേസ്റ്റ് ചെയ്യിക്കാരം, സോർ ടേസ്റ്റ് ചെയ്യിക്കാരം, പുളിരുചി ചെയ്യിക്കാരം. അത് തിരിച്ച് നിങ്ങൾക്ക് പാലാക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതേത് ചേഞ്ചാണ് മക്കളെ? ഫിസിക്കൽ ചേഞ്ചാണോ അതോ കെമിക്കൽ ചേഞ്ചാണോ മക്കളെ? ദാറ്റ് ഉറപ്പാണ്. അത് ഏത് ചേഞ്ചാണ് മക്കളെ? കെമിക്കൽ ചേഞ്ചാണ്. ഏത് ചേഞ്ചാണ് മക്കളെ? കെമിക്കൽ ചേഞ്ചാണ് മക്കളെ. അടുത്ത് ബേണിംഗ് ഓഫ് കാൻഡിൽ. എന്താ മക്കളെ? ഈ ബേണിംഗ് ഓഫ് കാൻഡിലും അതുപോലെ തന്നെ മെൽറ്റിംഗ് ഓഫ് വാക്സും, ഇത് രണ്ടും നിങ്ങൾക്കറിയാം. ഇത് രണ്ടും ഏകദേശം സെയിം ആയിട്ട് വരുന്ന, കൺഫ്യൂഷൻ ആവേണ്ട. വാക്സും കാൻഡിലും ഏകദേശം എന്താണ് മക്കളെ? മെഴുകിനെ കുറിച്ചാണ് മക്കളെ. മെഴുക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, മെഴുക് ഉരുകുന്നേ ഉള്ളൂ. ജസ്റ്റ് ഉരുകിക്കഴിഞ്ഞാൽ അതിൽ ജസ്റ്റ് അതിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ജസ്റ്റ് ഒരു മാറ്റം ഉണ്ടാവുന്നുള്ളൂ, അല്ലാതെ അത് പുതിയ സബ്സ്റ്റൻസ് ആയിട്ട് അങ്ങനെ പോകുന്നില്ല. അതിൻ്റെ അറേഞ്ച്മെൻറ്റിലാണ് വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ബേണിംഗ് ഓഫ് കാൻഡിലും മെൽറ്റിംഗ് ഓഫ് വാക്സും ഓൾവേസ് ഏത് ചേഞ്ചാണ് മക്കളെ? ഫിസിക്കൽ ചേഞ്ചാണ് മക്കളെ. എന്താണ് ഫിസിക്കൽ ചേഞ്ച്? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഭൗതിക മാറ്റം മക്കളെ. മെൽറ്റിംഗ് ഓഫ് ഐസ് എന്ന മക്കളെ, ഐസ് എന്താവുകയാണ്? ഉരുകാണ്. ഒന്നും നോക്കണ്ട, ഐസ് എന്ന് കേട്ടാൽ ഒന്നും നോക്കണ്ട. ഏത് ചേഞ്ചാണ് എൻ്റെ മക്കളെ? ഫിസിക്കൽ ചേഞ്ച് ആണ് മക്കളെ. റസ്റ്റിംഗ് ഓഫ് അയൺ. റസ്റ്റിംഗ് ഓഫ് അയൺ പറയുമ്പോൾ ഇരുമ്പ് തുരുമ്പ് പിടിക്കുകയാണ് മക്കളെ. ഇരുമ്പ് തുരുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കട്ടി നഷ്ടപ്പെടും. അതെന്താവുന്നു മക്കളെ? പൊട്ടിപ്പോകാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഉറപ്പിച്ചോളി, അത് ഏത് ചേഞ്ചാണ് മക്കളെ? കെമിക്കൽ ചേഞ്ചസ് ആണ്. കെമിക്കൽ ചേഞ്ചസ്. ഇനി മക്കളെ, ഫോർമേഷൻ ഓഫ് ഐസ്. ഒന്നും നോക്കണ്ട, ഐസ് ഉണ്ടാവുകയാണ്. ഐസ് ഉണ്ടാവുകയാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് ഐസ് ഉണ്ടാവുന്നു, ഐസിൽ നിന്ന് വീണ്ടും വെള്ളമാവുന്നു. ഒന്നും നോക്കണ്ട, അത് ഏത് ചേഞ്ചാണ് മക്കളെ? ഫിസിക്കൽ ചേഞ്ചസ്. കിട്ടിയോ മക്കളെ? അടുത്ത ഡിസൊല്യൂഷൻ ഓഫ് സാൾട്ട് ഇൻ വാട്ടർ മക്കളെ. ഉപ്പുവെള്ളം. ഉപ്പുവെള്ളം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കുക, ഉപ്പിൽ നിന്ന് നമുക്ക് വെള്ളം ഉണ്ടാക്കുക. മീൻസ് ഉപ്പും കലർത്തിയാൽ, ആ വെള്ളത്തിൽ കലർത്തിയാൽ അത് ഉപ്പും വെള്ളമാവും. ഈ ഉപ്പും വെള്ളത്തിൽ നമുക്ക് തിരിച്ചെന്തുണ്ടാക്കാം? ഉപ്പുണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം ഡിസ്റ്റിലേഷൻ. നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന ഭാഗമുണ്ട്, ഡിസ്റ്റിലേഷൻ എന്ന് പറയും മക്കളെ. അപ്പോൾ അത് തിരിച്ചു നടക്കുന്നതാണ്. അപ്പോൾ തിരിച്ചു നമുക്ക് വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പിടാം. ആ ഉപ്പിട്ട് കലക്കിക്കഴിഞ്ഞാൽ, ഉപ്പ് കലക്കിക്കഴിഞ്ഞ് തിരിച്ചെന്താക്കാനും പറ്റും? ഉപ്പുണ്ടാക്കാനും പറ്റും. നിങ്ങൾ കണ്ടിട്ടില്ലടാ, കടൽ വെള്ളത്തിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? ഉപ്പുണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കളെ, ഇത് ഏത് ചേഞ്ചാണ്? ഫിസിക്കൽ ചേഞ്ചസ്. ഏത് ചേഞ്ചാ മക്കളെ? ഫിസിക്കൽ ചേഞ്ച് മക്കളെ. ബേണിംഗ് ഓഫ് ഫയർവുഡ്. ഒന്നും നോക്കണ്ട, കത്തുകയാണ്, ഫയറാണ്. ഫയർ എന്ന് കേട്ട അപ്പം ആലോചിക്കുക, കത്തിപ്പോവാണ്. അത് ഏത് ചേഞ്ചാണ് മക്കളെ? കെമിക്കൽ ചേഞ്ചസ് ആണ്. സെറ്റല്ലേടാ? കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ രാസമാറ്റം. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മക്കളെ, നിങ്ങൾക്കിത് സെറ്റായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ കൂടെ എജുപോർട്ട് എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ലൈവ് ക്ലാസ്സസ് ഒക്കെ നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് യൂട്യൂബ് തുറന്ന് ജസ്റ്റ് നോക്കുക. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. പിന്നെ എപ്പോഴും അപ്ഡേഷൻ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എക്സാമിന് എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് തന്നെ ഇതുപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഒരു ഹായ് അയച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതിയടാ, നിങ്ങൾക്ക് മെറ്റീരിയൽ എത്തിയിരിക്കും. അപ്പോൾ എൻ്റെ മക്കളെ, നിങ്ങളുടെ കൂടെ എജുപോർട്ടുണ്ട്, നിങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാവില്ലേ? അപ്പോൾ സെറ്റാക്കാം മക്കളെ. അപ്പോൾ സി യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു. ബൈ.